ഹൃദയത്തിൻ ദാസൻ തിരുസഭതൻ പ്രിയപുത്രൻ കദളിക്കാട്ടിലച്ചൻ നല്ലൊരു സമറായൻ. ഈ ജനങ്ങളുടെ മേൽ എനിക്ക് അലിവ് തോന്നുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 2-ാം വാക്യം. ഈശോയുടെ ഈ തിരുവചനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി തിരുഹൃദയത്തിലെ തിരുമുറിവിലേക്ക് ചേർന്നിരുന്നു. ഒരു സ്നേഹകരണമായി മാറിയ ധന്യൻ മത്തായിയച്ചൻ അഗതികളും ആകുലരും അനാഥരുമായ സഹോദരങ്ങളിലേക്ക് ഈശോയുടെ അലിവാർന്ന സ്നേഹം ഔദാര്യപൂർവ്വം പകർന്നു നൽകി. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ഈശോയുടെ തിരുമൊഴികൾ സ്വജീവിതത്തിൽ അന്വർത്ഥമാക്കിയ ധന്യൻ മത്തായിയച്ചൻ്റെ ജീവിതം ത്യാഗത്തിൻ്റെയും കാരുണ്യം നിറഞ്ഞ ശുശ്രൂഷയുടെയും സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും സമന്വയമായിരുന്നു. തന്നെ സമീപിച്ചവരുടെ ആവശ്യം കാണുന്ന കണ്ണുകളും സങ്കടം കേൾക്കുന്ന കാതുകളും നൊമ്പരമറിയുന്ന മനസ്സും ഈശോയുടെ തിരുഹൃദയം അദ്ദേഹത്തിന് കനിഞ്ഞു നൽകിയ കൃപകൾ തന്നെ. ഈശോയുടെ തിരുഹൃദയമാകുന്ന ലെൻസിലൂടെ ലോകത്തെ നോക്കിയതിനാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ദുഃഖങ്ങളിൽ ഒരു നല്ല സമറായനാകാൻ ധന്യൻ മത്തായിയച്ചന് കഴിഞ്ഞു. കനിവിൻ്റെ കൈത്തിരിയായി സ്വയം ഉരുകി പ്രകാശിച്ച ധന്യൻ കദളിക്കാട്ടിൽ മത്തായിയച്ചൻ്റെ വിശുദ്ധമായ ജീവിതക്രമങ്ങൾ ദൈവകരുണയുടെ പ്രേഷിതരാകാൻ മാനവരാശിയെ മുഴുവൻ ഉണർത്തട്ടെ. ആമേൻ.